بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയ മോമിനീങ്ങളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ 28 നോമ്പുകൾ നാം പിന്നിടുകയാണ്. ഇന്നത്തെ രാവ് 29-ാം രാവിലാണ് നാം സഞ്ചരിക്കാൻ പോകുന്നത്. പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10-ന്റെ പ്രത്യേകത നമുക്കറിയാം. അതിലെ ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും നമുക്കറിയാം. ഇതിൽ ഇനി ഒരേ ഒരു രാവ് മാത്രമാണ് അവശേഷിക്കുന്നത്. 21-ഉം 23-ഉം 25-ഉം 27-ഉം നമ്മിൽ നിന്നും യാത്ര പറഞ്ഞു. ഈ രാവുകളെല്ലാം നാം കഴിവിൻ്റെ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി. വിശിഷ്യ 27-ാം രാവ് ജനങ്ങളുടെ ഇടയിൽ സാധാരണ മനസ്സിലാക്കി വരുന്ന 27ഓട് കൂടെ റമദാൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു ധാരണയിലാണ്. പക്ഷേ ഓരോ നിമിഷങ്ങൾ, റമദാനിൻ്റെ അവസാന നിമിഷങ്ങൾ, അത് പ്രതിഫലം വളരെയധികം അധികമുള്ള സമയമാണ് എന്ന് നാം മനസ്സിലാക്കണം. അവസാനത്തെ ഒറ്റ രാവ് 29-ാം രാവാണ്. അതാണ് നമുക്ക് വരുന്നത് ഇന്നത്തെ ദിവസം. നാളെ അസ്തമിച്ചാൽ പെരുന്നാൾ രാവാണോ റമദാനിലെ രാവാണോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. മാസപ്പിറവി ദർശിച്ചെങ്കിൽ മാത്രമേ തിങ്കളാഴ്ച നമുക്ക് പെരുന്നാളാവുകയുള്ളൂ. മാസപ്പിറവി ദർശിച്ചാൽ തിങ്കളാഴ്ച പെരുന്നാളാകും. അപ്പോൾ നാളെ രാത്രി പെരുന്നാൾ രാവായി മാറും. അപ്പോൾ ഉറപ്പായിട്ടും റമദാനിലെ രാവ് എന്ന് പറയാൻ ഇന്നത്തെ രാവേ നമുക്കുള്ളൂ. അതും മഹാൻ പ്രവാചകൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞ 29-ാമത്തെ രാവാണ്. മഹത്തുക്കൾ മനസ്സിലാക്കി തന്നതിൽ റമദാനിൻ്റെ ആദ്യത്തെ നോമ്പ്, തലനോമ്പ്, ഞായറാഴ്ച ദിവസമാണെങ്കിൽ ലൈലത്തുൽ ഖദർ റമദാനിലെ 29-ാം രാവിലായിരിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നു. ഓരോ ദിവസവും ആദ്യത്തെ ദിവസം റമദാനിലെ 1-ാം ദിവസം ഏതാണോ അതനുസരിച്ച് ലൈലത്തുൽ ഖദർ രാവുകൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് മഹത്തുക്കൾ മനസ്സിലാക്കി തന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയായിരുന്നു തലനോമ്പ്. മഹത്തുക്കളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ലൈലത്തുൽ ഖദർ വരാൻ സാധ്യത 29-ാം രാവാണ്. 27-ാം രാവ് നമ്മൾ ആഘോഷിച്ചവരാണ്, ഇബാദത്തുകളെ കൊണ്ട് ആഘോഷിച്ചവരാണ്. പക്ഷേ ഈ അവസാനത്തെ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. മുഅ്ലമുൽ ലൈൽ, രാത്രിയുടെ മുഖ്യമായ സമയം, ഒരു 12-12:30 1 മണി വരെയെങ്കിലും നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്നാൽ ലൈലത്തുൽ ഖദർ നമുക്ക് കരസ്ഥമാകാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹു ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കിയവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ രാവുകളെ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മറ്റൊന്ന് പെരുന്നാളാണ്. പെരുന്നാൾ രാവ്, അതിനും മഹത്വം വളരെയധികമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയമാണ് പെരുന്നാൾ രാവ്. സയ്യിനു അയാദക്കും ബി തക്ബീരി, നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് അലങ്കരിക്കുക. തക്ബീറുകൾ കൊണ്ട് അലങ്കരിക്കാനാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്. അനിസ്ലാമികമായ ആഘോഷങ്ങളല്ല. അള്ളാഹുവിനും പ്രവാചകനും നിരക്കാത്ത, അവരുടെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന, ഇടവരുന്ന ആഘോഷങ്ങളല്ല. അള്ളാഹുവിനും പ്രവാചകനും പൊരുത്തപ്പെടുന്ന, ദീൻ അനുശാസിക്കുന്ന ആഘോഷങ്ങളായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. തക്ബീറുകൾ കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ 29-ാം രാവിലെ അതിന് പ്രത്യേകത കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് പെരുന്നാളിലേക്ക് കടക്കാം.
29-ാം രാവിലുള്ള പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനീയ പ്രവാചകൻ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? റമളാനിൻ്റെ 29-ാം രാവായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ 1 മുതൽ ഈ 29-ന് മുമ്പ് വരെ അല്ലാഹു തആല എത്ര ജനങ്ങൾക്ക് പുറത്തു കൊടുത്തോ, മഗ്ഫിറത്ത് കൊടുത്തോ, അത്രയും പേരുടെ അളവിൽ ഈ 29-ാം രാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ജനങ്ങൾക്ക് ഓരോ ദിവസവും നരകത്തിന് വിധേയരായവരെ നരകമോചനം അല്ലാഹു തആല കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും. പക്ഷേ ഓരോ ദിവസവും കൊടുക്കുന്നതിൻ്റെ ഈ 29-ന് മുമ്പ് വരെ അല്ലാഹു തആല കൊടുത്ത കണക്കിന് സമാനമായിട്ട് 29-ാം രാവിലെ അല്ലാഹു തആല നരകമോചനവും പാപമോചനവും കൊടുക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ നരകമോചനം, പാപമോചനം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി 29-ാം രാവ് നഷ്ടപ്പെടുത്തരുത്. പെരുന്നാൾ രാവ്, ആ രാവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രീതിയിലായി ഇബാദത്തുകളെ കൊണ്ട് ധന്യമായി ഈ പെരുന്നാൾ രാവിലേക്ക് കടക്കുന്നതോടുകൂടെ ഈ 29 അല്ലെങ്കിൽ 30 ദിവസം നാം ചെയ്തിട്ടുള്ള നന്മകൾ, ഇബാദത്തുകൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇതുവരെയും നമ്മൾ ചെയ്തു കൂട്ടിയ ഇബാദത്തുകൾ, നിഷ്ഫലമാക്കുന്ന പ്രവർത്തനങ്ങൾ പെരുന്നാൾ രാവിലോ പകലിലോ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പെരുന്നാൾ ദിവസമായാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വഴികളിലെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നിലകൊള്ളുമെന്നാണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് അവർ വിളിച്ചു പറയും, യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, നിങ്ങളോട് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, നിങ്ങൾ നോമ്പ് പിടിച്ചു. നിങ്ങളോട് രാത്രി നമസ്കാരങ്ങളിൽ മുഴുകാൻ കൽപ്പിക്കപ്പെട്ടു, നിങ്ങൾ നിസ്കരിച്ചു. അതുകൊണ്ട് നിങ്ങൾ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം അഥവാ പ്രതിഫലം രൊക്കമായി സ്വീകരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുക. അങ്ങനെ എല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടവർ ആ നമസ്കാര സ്ഥലത്ത് നിന്ന് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിൽ പെരുന്നാൾ രാത്രിയായാൽ, ചെറിയ പെരുന്നാൾ രാത്രി, ഈ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ചെറിയ പെരുന്നാൾ രാത്രി, അല്ലാഹു തആല ഭൂമി ലോകത്ത് അവൻ്റെ മലക്കുകളെ വ്യാപിപ്പിക്കും. അവർ വിളിച്ചു പറയും, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സമൂഹമേ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾക്കവൻ പ്രതിഫലം തരും. ചെറിയ കുറഞ്ഞ അമലുകൾ അവൻ സ്വീകരിക്കും, വലിയ പാപങ്ങൾ പുറത്തു തരും. ചെറിയ അമലുകളെ ചെയ്തിട്ടുള്ളൂ, അത് അല്ലാഹു തആല ചെറുതാണെങ്കിലും സ്വീകരിക്കും, വലിയ പാപങ്ങൾ പുറത്തു തരും. അങ്ങനെ നിസ്കാര സ്ഥലത്തേക്ക്, അത് പള്ളികളിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്ക് അങ്ങനെ പുറപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അഭിമാനം കൊള്ളും. മലക്കുകളെ, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഞാൻ അവർക്ക് പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കി. അവർ എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചു. അവർ എൻ്റെ പള്ളികളിൽ, മസ്ജിദുകളിൽ ഇബാദത്തുകളെ കൊണ്ട് ആ പള്ളികളെ പരിപാലിച്ചു. അവർ എൻ്റെ കിതാബ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. അവർ അവരുടെ ജനനേന്ദ്രിയങ്ങളെ കാത്തുസൂക്ഷിച്ചു, സംരക്ഷിച്ചു. അവർ ഈ പെരുന്നാൾ ദിവസത്തിൽ സക്കാത്തുൽ അബ്ദാൻ, സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് അവർ നിർവഹിച്ചു. എന്നിട്ട് അവർ പുറപ്പെടുകയാണ് എൻ്റെ എന്നിലേക്ക് അവർ അടുക്കുകയാണ് എൻ്റെ പ്രീതി സമ്പാദിക്കാൻ. മലക്കുകളെ, ഉശ്ഹിദുക്കും യാ മലായികത്തി, മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുകയാണ്. അവർക്ക് അന്നീ ഖദ് ജഅൽതു ഹല്ലഹും മിനസ് സിയാമി വൽ ഖിയാമി, അവർക്ക് നിശ്ചയിച്ച നോമ്പുകൾ, അവരുടേതായ
ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ, അതിന് എൻ്റെ തൃപ്തിയും മഗ്ഫിറത്തും, സ്വർഗത്തിലെ എൻ്റെ തൃപ്തി, എൻ്റെ മഗ്ഫിറത്ത് അവർക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു. അല്ലാഹു തആല പറയാൻ, എൻ്റെ ഇസ്സത്തിനെയും ജലാലിനെയും തന്നെ സത്യം, എന്നോട് ഇന്നേ ദിവസം ആര് ചോദിക്കുന്നോ അവർക്ക് ഞാൻ ആ ചോദിക്കുന്നത് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു പറഞ്ഞ കാര്യം മലക്കുകൾ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പാപം പൊറുക്കപ്പെട്ട നിലയിൽ അവർ മടങ്ങിപ്പോകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ തൊട്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ തൊട്ട് ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മലക്കുകൾ സന്തോഷഭരിതരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് പെരുന്നാൾ ദിവസത്തിൽ നൽകുന്നത് കണ്ട് അവർ സന്തോഷഭരിതരാകുമെന്ന് മഹാനായ പ്രവാചകന്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെരുന്നാൾ ദിവസം, ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യം, ഷാഫി മദ്ഹബിലാകട്ടെ ഹനഫി മദ്ഹബിലാകട്ടെ, ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ. ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഒരു സാ ആണ് നിർബന്ധമാകുന്നത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അത് പെരുന്നാൾ രാത്രി സൂര്യ അസ്തമയത്തോടുകൂടെ, പെരുന്നാൾ രാവിൻ്റെ ആ സൂര്യാസ്തമയത്തോടുകൂടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി. തനിക്ക് വേണ്ടി താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, സന്താനം, മാതാപിതാക്കൾ, ചെലവ് കൊടുക്കൽ നിർബന്ധമായവരാരാണോ അവർക്കെല്ലാം വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. തൻ്റെ ആവശ്യം, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ആവശ്യം, പെരുന്നാൾ രാവും പെരുന്നാൾ പകലും അവർക്ക് ആവശ്യമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മിച്ചം വന്നാൽ, വസ്ത്രം, അതുപോലെ തന്നെ ഭവനം, അതുപോലെ തനിക്ക് സെർവൻ്റ് ആവശ്യമാണെങ്കിൽ ആ സെർവൻറ്റിൻ്റെ ആവശ്യത്തിന് ഉള്ള കാര്യം, അതുപോലെ കടം, ഇതിൽ നിന്നെല്ലാം മിച്ചം വന്നവർ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. കൊടുക്കേണ്ട സമയം നിർബന്ധമായ സമയം മുതൽ, അഥവാ പെരുന്നാൾ ആണ് എന്നറിയുന്ന ആ പെരുന്നാൾ രാവിൻ്റെ ആ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നത് വരെ കൊടുക്കാൻ സമയമുണ്ടെങ്കിലും പെരുന്നാൾ നമസ്കാരത്തെയും വിട്ട് പിന്തിപ്പിക്കുന്നത് നല്ലതല്ല. പിന്തിപ്പിക്കാതെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ കൊടുക്കുക. എന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ ഇതിനെ പിന്തിപ്പിക്കാം, സുന്നത്താണ്. ബന്ധുക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടോ അയൽവാസിയെ പ്രതീക്ഷിച്ചുകൊണ്ടോ പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അതുവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കാം. എന്നാൽ പെരുന്നാൾ ദിവസത്തെയും വിട്ട് കാരണമില്ലാതെ പിന്തിപ്പിക്കൽ ഹറാമാണ്. ഇത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ എവിടെ നിലകൊള്ളുന്നോ അവിടെയുള്ള അർഹതപ്പെട്ടവർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ കൊടുക്കുമ്പോൾ ഈ ഫിത്ർ സക്കാത്തിൻ്റെ നിയ്യത്ത്, ഇതെൻ്റെ ശരീരത്തിൻ്റെ സക്കാത്താണ് അല്ലെങ്കിൽ എൻ്റെ ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് വെക്കണം. അത് നമ്മൾ ധാന്യം മാറ്റിവെക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോഴോ നമ്മൾ നിയ്യത്ത് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഒരു സാ ആണ് ഷാഫി മദ്ഹബിൽ പറയുന്നത്. ഒരു സാ എന്നുള്ളത് 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്നുള്ളത് 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും അതാണ് അളവ്. അതിന് കിലോഗ്രാം വെച്ച് കണക്കാക്കുമെങ്കിലും കണക്കാക്കേണ്ടത് ഈ അളവിലൂടെയാണ്. കിലോഗ്രാം വെച്ച് നോക്കുമ്പോൾ പല അരിയും പല വെയിറ്റിലായിട്ട് വരും. അതിന് മഹത്തുക്കൾ മനസ്സിലാക്കി തന്നു. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 2 കൈ, മുഴത്തതിലായ 2 കൈ നിറയെ ഉള്ള ധാന്യമാണ്. ചെറിയ കൈയല്ല, വലിയ കൈയുമല്ല, മുഴത്തതിലായ മീഡിയം കൈ, അത് നിറയെ ഉള്ള ഒരു ധാന്യം. അതാണ് ഒരു മുദ്ദ്, 800 മില്ലി ലിറ്റർ. ഇങ്ങനെ 4 മുദ്ദെടുത്ത് തൂക്കി നോക്കാം. 4 കൈ നിറയെയുള്ള ധാന്യം. അപ്പോൾ ഒരു മുദ്ദ് 4 മുദ്ദിൽ കുറയാൻ പാടില്ല. അത് സൂക്ഷിച്ച് സുരേഖ അരിയാണെങ്കിൽ 2 ഗ്രാം 840 ഗ്രാമാണ്. 2 കിലോയും 840 ഗ്രാമുമാണ് ഒരു സാ എന്ന് പറയപ്പെടുന്നു. കുത്തരിയാണെങ്കിൽ 2 645 എന്ന് പറയുന്നു. അപ്പോൾ പല അരിയും പല വെയിറ്റിലാണ്. അത് തന്നെ ഉണക്ക് നല്ലതാണെങ്കിൽ അല്പം വെയിറ്റ് കുറയും, ഉണക്ക് കുറവാണെങ്കിൽ അല്പം വെയിറ്റ് കൂടും.
അരി ഇങ്ങനെ വ്യത്യസ്തമായി വരുമ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ 2.5 കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്ന അരിയുടെ ഒരു സാ അഥവാ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ഈ പറയുന്ന 2.5 കിലോ ആണെങ്കിൽ അത് കുറവാണെങ്കിലോ നമ്മുടെ ഫിത്ർ സക്കാത്താകാതെ വരും. അപ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 2.700 വെച്ച് കൊടുക്കാം, ഉള്ളവർക്ക് 3 കിലോ വെച്ച് കൊടുക്കാം. എന്താണെങ്കിലും നമ്മുടെ ഫിത്ർ സക്കാത്ത് ഒരു മണി കുറഞ്ഞുകൊണ്ട് അത് ഫിത്ർ സക്കാത്ത് അല്ലാതായി തീരാൻ പാടില്ല എന്ന ആ ഒരു ഉറച്ച കരുത്ത് നമുക്കുണ്ടായിരിക്കണം. ഹനഫി മദ്ഹബിലാണെങ്കിൽ വ്യത്യാസമുണ്ട്. 2 മുദ്ദിൻ്റെ 4/1 ആ മുദ്ദ് കണക്കാക്കുന്നത് വ്യത്യാസം ഉണ്ട്. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 1630 ഗ്രാമാണ്. അത് ഗോതമ്പ് പൊടി കണക്കാക്കാം. വ്യത്യസ്തമായ സാമ്പത്തിക ഭദ്രത അനുസരിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ളവർ, കൊടുക്കാൻ വലിയ കഴിവില്ലാത്തവർ, അവർ നല്ല ഗോതമ്പ് പൊടിയുടെ വില കൊടുക്കലാണ് ഹനഫി മദ്ഹബിൽ ഏറ്റവും നല്ലത്. സാധനങ്ങളൊക്കെ സുലഭമായി കിട്ടുമെങ്കിൽ. ഷാഫി മദ്ഹബിൽ വില കൊടുത്താൽ പറ്റൂല, ഫിത്ർ സക്കാത്ത് ആകൂല. അപ്പോൾ ഹനഫി മദ്ഹബിൽ ഈ 1630 ഗ്രാം കുറഞ്ഞത് ഒരു 1700 1750 1.25 കിലോയോ അത് ഗോതമ്പ് പൊടി കണക്കാക്കാം. അല്ലെങ്കിൽ ഷാഫി മദ്ഹബിൽ കൊടുക്കുന്ന പോലെ അരിയുടെ ധാന്യമാണ് കൊടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ തൂക്കം ഹനഫി മദ്ഹബിൽ നിർബന്ധമാകുന്നുള്ളൂ. പക്ഷേ കാരക്കയും മറ്റൊക്കെ പറയുന്നുണ്ട്, ഈത്തപ്പഴം, അതൊക്കെയാണെങ്കിൽ വില കൂടുതലാണ്. അത് 1630 ഗ്രാം കൊടുക്കുക എന്ന് പറയുമ്പോൾ വില കൂടുതൽ വരും. അപ്പോഴ് സാമ്പത്തികത്തിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടാണ് ഇത് വ്യത്യസ്തമാകുന്നത്. എന്താണെങ്കിലും 1630 ഗ്രാമാണ് കുറഞ്ഞത്. അപ്പോൾ ഒരു 1700 1750 ഈ 2 കിലോയോ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കൂടുതൽ കൊടുത്താലും നഷ്ടമൊന്നും വരില്ല. ഫിത്ർ സക്കാത്ത് ഈ പറഞ്ഞ ഓരോരുത്തർക്ക് വേണ്ടി. പക്ഷേ ഹനഫി മദ്ഹബിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ നിർബന്ധമില്ല. ഭാര്യ കൊടുക്കേണ്ടത് ഭാര്യയുടെ മുതലിൽ നിന്നാണ് കൊടുക്കേണ്ടത്. പ്രായപൂർത്തിയായ മക്കൾ കൊടുക്കേണ്ടതില്ല. അവർക്ക് കൊടുക്കാൻ ഉള്ള ഭദ്രതയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അവർക്ക് വേണ്ടി ഭർത്താവ് കൊടുത്തു, അത് തെറ്റൊന്നുമല്ല, അനുവദനീയമാണ്, കൊടുക്കാം. പക്ഷേ ഷാഫി മദ്ഹബിലാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവ് തന്നെയാണ് കൊടുക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി കൊടുക്കണം. പ്രായപൂർത്തിയായ മക്കൾ, അവർക്ക് കഴിവുണ്ടെങ്കിലും അവർ കൊടുക്കണം. പ്രായം പൂർത്തിയാകാത്ത മക്കളാണെങ്കിലും അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഹനഫി മദ്ഹബിലാണ് ഭാര്യയ്ക്ക് വേണ്ടി, പ്രായപൂർത്തിയായ മക്കൾക്ക് വേണ്ടി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് വേണ്ടി കൊടുക്കലും അനുവദനീയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു തആല അത് സ്വീകരിക്കൂല എന്നുവരെ, ഉയർത്തപ്പെടുകയില്ല, ആ അമൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നുവരെ ഹദീസിൽ കാണാൻ കഴിയുന്നു. നിങ്ങൾ പറഞ്ഞു ഷഹ്റു റമദാന, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ റമദാനിലെ നോമ്പ് അത് മുഅല്ലഖും ബൈന സമായി വൽ അർളി, ആകാശഭൂമികളുടെ ഇടയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആകാശഭൂമിയുടെ ഇടയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലാ യുർഫഉ ഇലല്ലാഹി ഇല്ലാ ബി സക്കാത്തിൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് കൊടുത്താലല്ലാതെ ആ നോമ്പിനെ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ അമലുകൾക്കൊന്നും അല്ലാഹു തആല ഉയർത്തപ്പെടുകയില്ല അല്ലാഹുവിന്റെ അടുക്കിലേക്ക്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവരെല്ലാം കൊടുത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, അതുപോലെ തന്നെ പെരുന്നാൾ രാവ്, പെരുന്നാൾ നമസ്കാരം, അതുപോലെ ഫിത്ർ സക്കാത്ത്, തക്ബീറുകൾ, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കണം. ഹറാമായ രീതിയിലുള്ള ആഘോഷങ്ങളാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകണം. അർഹമുർ റഹീമിനായ തമ്പുരാൻ ഈ പരിശുദ്ധമായ റമദാനിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി പൂർത്തീകരിച്ച് റമദാനിനെ യാത്രയാക്കാനും ഈ റമദാൻ നമുക്ക് അനുകൂലമായി റബ്ബിൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷി നിൽക്കാനും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് അള്ളാഹു തആല വരുത്താതിരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ആരുടെ മണിയുടെ ചുവട്ടിലുണ്ടോ അവരുടെ പാപങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട്,
ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. നമ്മിൽ ആരെല്ലാം പ്രയാസപ്പെട്ട് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അള്ളാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗശമനം കണ്ട് കണ്ണു കുളിർമയാകാൻ അവർക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ പരിശുദ്ധമായ റമദാനിൽ എല്ലാവിധത്തിലും അവൻ സ്വീകരിച്ച മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.